ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം റീസൺലി ഇന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അഹമ്മദുൽ മഗ്രിബിന്റെ ഒപ്പം ന്യൂ ലോഞ്ച് കുറേ പ്രൊഡക്റ്റുകൾ വന്ന് ലോഡായി കിടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പെർഫ്യൂമും മീൻസ് അഹമ്മദിന്റെ അല്ലാത്ത ലാലിക്വിന്റെ ഒരു വീഡിയോ വരാനുള്ള കാരണം, ഒരു മാസത്തിന് മുകളിലായിട്ട് നമ്മളെ +1 ടീമിനെ നമ്മൾ ഒന്നും കൂടി ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഏകദേശം 10 വർഷത്തിന് മുകൾക്കുള്ള ആ ടീം ഒന്നും കൂടി ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് മീറ്റപ്പ് ഡേറ്റ് ഒക്കെ കിട്ടി. ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡേറ്റും ടൈമിന് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങാൻ തന്നെ ഞാൻ തന്നെ ലേറ്റായി. ഞാൻ ഇറങ്ങി, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യം പെർഫ്യൂമും ക്രീമൊക്കെ ഇട്ടിരുന്നു, മീൻസ് ബോഡി ലോഷനൊക്കെ ഇട്ടിരുന്നു. അവിടെ എത്തുമ്പോൾ എൻ്റെ കാറിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡേവിഡ് ബെക്കാമിന് ക്ലാസിക് ജസ്റ്റ് ഒരു ചെറിയ ബോട്ടിൽ വെച്ചിരുന്നു. അപ്പം അത് അടിക്കാൻ എന്ന് കരുതി, അത്യാവശ്യം നല്ല പ്രൊജക്ഷനുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തു. കാരണം പെർഫ്യൂം ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ചെയ്യുന്ന ഒരാള് പിന്നെ ഒരു 10 ആൾ 20 ആൾ കൂടുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ തന്നെ പൊതുവെ പറയാറുണ്ട്, അവിടെ നമ്മൾ നോട്ടീസ് ചെയ്യിപ്പിക്കണം, അവിടെയാണ് നമ്മളെ മാർക്കറ്റ് എന്നുള്ളത്. കാരണം നമ്മളടിക്കുന്ന പെർഫ്യൂം മറ്റുള്ളവർക്ക് കിട്ടിയിട്ട് അത് ഏതാന്ന് ചോദിക്കുമ്പം അതിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം പൊതുവെ ഞാൻ മറ്റുള്ളവർ വണ്ടി യാത്ര ചെയ്യുമ്പം ഓല പുറകെ പോയിട്ട്, ബൈക്കൊക്കെ ആണെങ്കിൽ പുറകെ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നിൽക്കുമോ, സംസാരിക്കണം, നിങ്ങൾ അടിക്കുന്ന പെർഫ്യൂം അതോ പറഞ്ഞു തരുമോ, നല്ല പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരി മലപ്പുറം കുറ്റിപ്പുറം ഭാഗത്ത് ഹൈവേയിൽ പൊന്നാനി വഴി പോകുന്ന സമയത്ത് ഒരു സാധാ ഓട്ടോ ഡ്രൈവറെ കയ്യിൽ നിന്നാണ് എനിക്ക് ചന്ദനത്തിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൂപ്പര് ഒന്നിങ്ങനെ ഓവർടേക്ക് ചെയ്യും, പിന്നെ മൂപ്പരിനെ ഓവർടേക്ക് ചെയ്യും, തിരിച്ചും മറിച്ച് ഇങ്ങനെ സ്മെല്ല് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മൂപ്പരെ കയ്യിൽ നിന്ന് എനിക്ക് കൺഫേം ആയി. ഞാൻ മൂപ്പരോട് വണ്ടി നിർത്തി ഒരു സൈഡാക്കി സംസാരിച്ചു. മൂപ്പരെ വണ്ടിയിൽ ആ ബോക്സ് എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. നമ്മളെ അൽഹിസന്റെ സാൻഡിലാണ് 60 രൂപ പ്രൈസ് വരുന്ന 6 ml മാർക്കറ്റുള്ള അങ്ങനത്തെ നോർമൽ സാധനമാണ്. മൂപ്പര് ബോഡിയിൽ നിന്ന് അത് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് നല്ല സ്മെല്ല് തന്നു എന്നു. അപ്പോൾ ഞാനിക്ക് ചെറിയ സ്മെല്ലുകൾ, ചെറിയ പ്രൈസിന്റെ സാധനങ്ങൾ ഇത്ര സ്മെല്ല്, അത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഈ പ്രോഗ്രാമിന് കയറുമ്പോൾ എന്നെക്കാളും നല്ല പെർഫ്യൂം അടിച്ചിട്ട് കയറിയ ഒരു വ്യക്തിൻ്റെ മീൻസ് അങ്ങനത്തെ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ആ ക്ലാസ് റൂം ഓപ്പൺ ആണ്, AC വിൻഡോ ഒന്നുമില്ല, എന്നിട്ട് പോലും അവിടെ നല്ല സ്മെല്ല് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു യുണീക്ക് ഫ്രാഗ്രൻസ്, നല്ല ഫ്രാഗ്രൻസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു മൂലയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആരാണ് ഒരു ലൈറ്റ്, ഞാൻ വിക്ടോറിയൻ്റെ ബോംഷെല്ലാണെന്ന് ആദ്യം, കാരണം അങ്ങനത്തെ ഒരു ബെറി സ്മെല്ലൊക്കെ എനിക്ക് കിട്ടിയത്. അതിനുള്ള ഒരു ഫ്രൂട്ടി നോട്ട്സും ഒക്കെയാണ്, റോസി സ്മെല്ലൊക്കെ. ആ വിക്ടോറിയൻ്റെ ബോംഷെല്ലൊക്കെ അത്രയും പ്രൈസിന് ഇവിടെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെ അടിക്കാൻ മീൻസ് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, കാരണം കുട്ടികൾ നമ്മളെ കൂട്ടത്തിൽ പഠിച്ചവരൊക്കെ പെർഫ്യൂം പർച്ചേസ് ചെയ്യുമ്പോൾ പൊതുവെ ഇപ്പം അവർ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് പോരുന്ന ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യും, ഏത് വാങ്ങിക്കാൻ നല്ലത്, പ്രൈസൊക്കെ ഏതാ കുറവുണ്ടാവുക, അവിടെ എൻ്റെ അതിലത്തെ പ്രൈസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ല് കാണിച്ചു, ഇതാണോ നോക്കുക, അത് തന്നെയാണോ ഒക്കെ. അപ്പോൾ ഏതാണ് ഇഷ്ടം, ലാലിക്വിൻ്റെ ഫ്രാഗ്രൻസ് ആണ് തോന്നുന്നു. ഞാൻ അത്ര അല്ല, അതിന് പെർഫ്യൂം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ പെർഫ്യൂം ഏതാണെന്ന് വെച്ചപ്പോൾ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നത് ഈ ഒരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടോ, ഈ ഒരു ഫ്രാഗ്രൻസ്, ഈ പെർഫ്യൂം ആയിരുന്നു ലാലുക്കൻ്റെ അമേതസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് എനിക്ക് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അത് ഓൻ തന്നെ അവിടെ വന്ന് ഓൻ തന്നെ എടുത്ത് പോയി, കാരണം ശരിക്കും സമയം കിട്ടിയില്ല, അവന് പോകാനുള്ളതാണേനും. ആ സമയത്ത് ഞാൻ അത് ഓർഡർ ചെയ്ത് ഇത് വെയിറ്റ് ചെയ്ത് കുറേ സമയമായിട്ട് ഇപ്പോൾ കുറഞ്ഞത് ഇന്നലെ ആയിട്ട് എൻ്റെ കയ്യിലെത്തിയത്. ഇന്നലെ 3 ദിവസം പോലെ എൻ്റെ കയ്യിലെത്തിയിട്ട് ഭയങ്കര സ്മെല്ല്. എത്ര ആയിട്ട് 2-3 ഇതിങ്ങനെ നിഫ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നിഫ ചെയ്യാൻ വേണ്ടി ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രാഗ്രൻസ്, കാരണം നല്ല ഫ്രാഗ്രൻസ്, ലൈറ്റ് സ്മെല്ല്, നമുക്കൊന്നും പറയാനില്ല ഈ പെർഫ്യൂമിനെ കുറിച്ച്. കാരണം നമ്മൾ 10 ആളടിയിൽ പോയിരുന്നാൽ നമ്മളെ സെപ്പറേറ്റ് എടുത്ത് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അടിച്ചു പോയിട്ടും എനിക്ക് 1-2 കോംപ്ലിമെന്റ് കിട്ടിയിട്ടോ. 1-2 ആളുകളോട് ചോദിച്ചു, നല്ല ലൈറ്റ് ഫ്രാഗ്രൻസ് ആണോ, അഥവാ ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ലേഡീസ് ടച്ച് ആണ്, പക്ഷെ എന്നാലും ഒരാൾക്ക് വിഷമോ ഉറപ്പില്ലാതെ നല്ല ഫ്രാഗ്രൻസ്. ഞാൻ ഗൂഗിൾ നോക്കുന്ന സമയത്ത് റോസ്, ബെറി സ്മെല്ല്, വെനില, സ്വീറ്റ്, ഇങ്ങനത്തെ ഒക്കെ ഒരു കുറഞ്ഞ പൗഡറി ഒക്കെ സ്മെല്ലുകളൊക്കെ കൊണ്ടൊക്കെ മാത്രമാണ് ഇത് കസ്റ്റമൈസ്ഡ് ഇത് നോട്ട്സ് ഒക്കെ പൊതുവെ കാണുന്നത്. ബ്ലാക്ക്ബെറി ആണ് ഇതിന് ടോട്ടൽ പിന്നെ മൾബറി ആണ് ഇതിൻ്റെ ടോട്ടൽ കണ്ടന്റ് ആയി കണ്ട് എനിക്ക് മനസ്സിലായത്. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്.
ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ എവിടെയും നോട്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഗിഫ്റ്റ് ചെയ്യാനും പറ്റും. വലിയ പ്രൈസ് വരും 4000 ചേഞ്ചസോ അങ്ങനെ എന്തൊക്കെയാണ് പ്രൈസ്. നമുക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പീസാണ് എൻ്റെ കയ്യിൽ തന്നെ ആകെ എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് ഫുൾ ഇതിന് 8 ml ഡീക്കൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുപ്പിക്ക് 8 ml ഇത്ര വലിപ്പമുള്ള ബോട്ടിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഷിപ്പിംഗ് അടക്കം കേരളത്തിനുള്ളിൽ 410 രൂപയാണ്. ഷിപ്പിംഗ് അടക്കം കേരളത്തിന് 410 രൂപയാണ്. നല്ല സ്മെല്ലാണ്. അതിനോട് ഞാൻ ഇത് വീണ്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മീൻസ് ഒരു റിവ്യൂ ചെയ്തത്. ആ ലാസ്റ്റിങ്ങിൻ്റെ കാര്യം എന്തായാലും ഷുവറായിട്ട് നമുക്ക് ഒരു 5 hour വരെ ഷുവർ ലാസ്റ്റിങ് പറയാൻ പറ്റും. പ്രൊജക്ഷന് തരക്കേടില്ല. 3 hourൻ്റെ മുകൾക്ക് ഹൈ പ്രൊജക്ഷനോട് കൂടി പറയാൻ പറ്റും. ഞാൻ പറയപ്പെട്ട പോലെ തന്നെ മീറ്റിംഗ് ചെറിയ പരിപാടികളാണ്. നമ്മളെ കയ്യിൽ ഡീക്കനുണ്ടെങ്കിൽ ഒരു 4 പ്രാവശ്യം പഞ്ച് ചെയ്തിട്ട് കയറിയാണ്ടല്ലോ അവിടെ ചോദിക്കും ഏതാണ് ഫ്രാഗ്രൻസ് എന്നുള്ളത്. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഷുവർ ഗ്യാരണ്ടി പറയാൻ പറ്റും. അപ്പോൾ അതിനോട് ഏറ്റവും പർച്ചേസ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയുകയാണ്, മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചെളൂർ എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ വീഡിയോക്ക് താഴെ നമ്പർ വെക്കാട്ടോ.